വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് തെങ്ങിനെ ആക്രമിക്കുന്ന കൊമ്പൻ ചെല്ലിയുടെയും ചെമ്പൻ ചെല്ലിയുടെയും ഉപദ്രവം എങ്ങനെ ഇല്ലാതാക്കാം. നമ്മൾ പല രീതിയും ചെയ്യാറുണ്ട്. നമ്മൾ മണലും വേപ്പും പിണ്ണാക്ക്, മരോട്ടി പിണ്ണാക്ക്, ഉപ്പ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് തെങ്ങിന്റെ കവിളുകളിലൊക്കെ ഇടാറുണ്ട്. പക്ഷെ പണ്ട് കാലത്തൊക്കെ വളരെ വിജയപ്രദമായിരുന്നു. ഇപ്പം ചെല്ലി ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ളതായി തീർന്നിരിക്കുന്നു. ഇന്ന് അതിന് ഫലപ്രദമായ ഒരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തികച്ചത് ജൈവമാണ്. ഇത് വൾവനാട് കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്താണ്. ഇതിന്റെ പേരാണ് കോക്കോ ക്യൂബാർ. ഇത് തെങ്ങിൽ 3 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. കൊമ്പൻ ചെല്ലിയുടെയും ചെമ്പൻ ചെല്ലിയുടെ ശല്യം ഉണ്ടാവുകയില്ല. 50 ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ്. ഇത് 5 മൂട് തെങ്ങിനാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ഈ 50 ഗ്രാം പൊട്ടിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നന്നായി കലക്കുക. എന്നിട്ട് 200 ml വീതം ഓരോ തെങ്ങിന്റെയും മുകൾ ഭാഗത്തോട്ട് എല്ലാ കവിളിലും ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ മാസത്തിൽ ഒരു തവണ 3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്താൽ പിന്നീട് ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയുടെ ശല്യം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അവർ ഉറപ്പ് വന്നേക്കുന്നത്. നമുക്കത് എങ്ങനെ ഉപയോഗിക്കുന്നത് അതിന്റെ പ്രവർത്തനം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് കോക്കോ ക്യൂബാർ. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കാണിക്കാം. ഇപ്പൊ ഞാൻ 1 മൂട് തെങ്ങിനാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിത് പൊട്ടിച്ച ശേഷം 1 മൂട് തെങ്ങിനെടുത്ത് ബാക്കി ഒരു ബോട്ടിലിട്ട് കാറ്റ് കയറാൻ അടച്ചു വെക്കുക. പിന്നീട് നമുക്ക് അടുത്ത മാസവും അതിന്റെ അടുത്ത മാസവും ഉപയോഗിക്കാം. ഇനി എത്ര തെങ്ങുണ്ടോ 5 തെങ്ങിനെ മാക്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതനുസരിച്ച് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അപ്പൊ ഞാനിത് പൊട്ടിക്കുകയാണ്. ഇങ്ങനെ ഏറ്റവും ഒന്ന് കട്ട് ചെയ്യാം. നല്ല സ്മെല്ലുണ്ട്. മാസ്ക് വെച്ച് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇതിങ്ങനെ ഒരു 200 ml വെള്ളം, ഒരു തെങ്ങിന് ഉപയോഗിക്കാനുള്ള 200 ml വെള്ളത്തിലാക്കാണ് ഇത് ഞാൻ എടുത്തത്. ഇട്ടിട്ട് നന്നായിട്ട് കലക്കണം. ഇങ്ങനെ പൊട്ടിച്ചിടുക. വളരെ സൂക്ഷിച്ചിടണം. നല്ല സ്മെല്ലുള്ളതാണ് കേട്ടോ. അതിൻ്റെ മാസ്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഏകദേശം ഒരു തെങ്ങിനുള്ളതായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കമ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇന്ന് കലക്കുക. എൻ്റെ ഒരു കത്രിക ഇരുന്നുകൊണ്ട് ഞാൻ അത് വെച്ച് കലക്കാമെന്ന് വിചാരിക്കുകയാണ്. ഗംഗാമോട്ട ഇനത്തിൽപ്പെട്ട ഒരു തെങ്ങാണ്. അപ്പം ഇതിൻ്റെ ബണ്ടൊക്കെയാണ് ചെല്ലി ആക്രമിച്ച് വെച്ചൊക്കെയാണ്. ഇത് പല പ്രാവശ്യം ചെല്ലിയുടെ ശല്യം എന്തോ ഇതെല്ലാം ആക്രമിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം അവിടെ ഞാൻ നെറ്റൊക്കെ ഇട്ട് റെഡിയാക്കി. അതിനുശേഷം ഇവിടെ ആക്രമിച്ചു. അപ്പം ഇവിടെ ഞാൻ നെറ്റ് കെട്ടി വെച്ചേക്കാണ്. മറ്റേ നെറ്റൊക്കെ ഇങ്ങനെ കൊതുവലിയെ കുറച്ചെങ്കിലും ഇത് പ്രതിരോധിക്കാൻ പറ്റും. ഇതിന്റെ കീഴിൽ കൂടെ എങ്ങനെയും കയറാൻ പറ്റുമോ അത് കയറുകയും ചെയ്യും. അപ്പം ഞാൻ ഈ നെറ്റൊക്കെ ഒന്ന് അഴിച്ച് കളയാം. കണ്ടോ, നോക്കാണോ ഇവിടെ ഉണ്ട് അത് ആക്രമിച്ച് വെച്ചേക്കാണ്. നമ്മുടെ കണ്ണ് തെറ്റിയാൽ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശല്യമാണ്. ഈ കൊമ്പൻ ചെല്ലി എന്ന് പറയുന്നത് ആൺചെല്ലിയാണ്. ഇത് മുട്ടയിട്ടിട്ട് ഇത് തെങ്ങിൽ ഹോൾ ഉണ്ടാക്കി അതിലാണ് ചെമ്പൻ ചെല്ലി കയറി മുട്ടയിടുന്നത്. അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ തെങ്ങിന്റെ കാര്യം നോക്കണം. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്തേക്ക് ഒഴിക്കാം. മുകൾ ഭാഗത്തെ കവിളുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതോടൊക്കെ ഒരു കപ്പ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇത് ഒഴിക്കാൻ സൗകര്യമുണ്ട് കപ്പാകുമ്പോൾ. ഇങ്ങനെ കവിളുകളൊക്കെ പിടിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിൻ്റെ എല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. എൻ്റെ ശല്യം സഹിക്കാൻ വേണ്ട കുറച്ച് കവിളുകൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇവിടെ എല്ലാ കവിളുകളും ഒഴിച്ചു കൊടുക്കുക. അപ്പം മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കി വേണം ഒഴിക്കാൻ. എങ്കിലേ കുറച്ച് നേരം എന്നത് തങ്ങിയെങ്കിൽ നിൽക്കത്തുള്ളൂ. പിന്നെ ഞാൻ മണലും ഉപ്പും വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും കവിളി ഒഴിക്കാനുണ്ടെങ്കിൽ അത് ഒഴിക്കാനുണ്ട്. ഈ ഒരു കവിളി ഒഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ കൂടെ നമുക്ക് ഒഴിക്കാനുണ്ടോ. കലക്കി കഴിയുമ്പോൾ ഈ രീതിയാവും. നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഞാൻ മാസ്ക് വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇനി അടുത്ത മാസം ഇതേ ദിവസം ഒരു പ്രാവശ്യം കൂടെ ഒഴിക്കുക. പിന്നെ അടുത്ത മാസം ഇത്രയാകുമ്പോൾ തന്നെ ഇത് റെഡി ആയിക്കോളും. തെങ്ങ് പിന്നെ ശല്യയുടെ മാത്രം ഉണ്ടാകത്തില്ലെന്നാണ് ഉറപ്പ് വന്നേക്കുന്നത്.